ഹായ്, അസ്സലാമു അലൈക്കും. നമ്മുടെ സഫൂംബിയുടെയും ലല്ലൂംബിയുടെയും പേരിൽ ഒരു പിടിച്ചുപറി കേസ് കാസർഗോഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് മിനിഞ്ഞാന്ന്, ഇന്നലെയാണെന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ 6:30 അടുപ്പിച്ചിട്ട് മെഹനാസിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അലമാറയിൽ ഉണ്ടായിരുന്ന 5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും കൂടാതെ വാഹനപരമായി ബന്ധപ്പെട്ട രേഖകളും മറ്റു പ്രധാനപ്പെട്ട ആധാരപരമായിട്ടുള്ള രേഖകളും കവർന്നു കൊണ്ടുപോയി എന്നുള്ളതും പ്രായമായ ഒരു വ്യക്തിയെ അതിക്രമിച്ച് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയും എന്നുള്ള പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാസർഗോഡ്. എന്റെ പൊന്നാര സഫ, നീ കണ്ണൂർ എന്ന് പറഞ്ഞുകൊണ്ട് പോയത് നേരെ മെഹനാസിന്റെ വീട്ടിലോട്ട്. ആരായിരുന്നു എനിക്ക് പിന്തുണ നൽകി വീട്ടിലോട്ട് വിട്ടെന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലായി. അതൊക്കെ പോട്ടെ. പക്ഷേ ഇനി കണ്ണൂർ എനിക്കൊരു മണിയാർ ഒരുക്കി തന്നൊരു വീട്ടുകാരുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നാര മക്കളെ, നിങ്ങളോട് തന്നെ ആദ്യമായിട്ട് ഞാനൊരു നടുവിരൽ നമസ്കാരം നടത്തിയിട്ട് പറയാണ്, ഇതുപോലെ വരുന്ന പെണ്ണുങ്ങൾക്ക് മണിയാർ ഒരുക്കി കൊടുത്ത് റീച്ച് ഉണ്ടാക്കലാണോ നിങ്ങൾക്ക് പണി? വല്ലാത്ത കഷ്ടം തന്നെ നിങ്ങളത് കേട്ടോ. ഇതുപോലെ വരുന്ന പെണ്ണുങ്ങൾക്ക് മണിയാർ ഒരുക്കി കൊടുക്കാൻ നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, സമ്മതിച്ചു, മനസ്സ് സമ്മതിച്ചു. ഒരു ഭാഗത്ത് ലല്ലൂമ്പി പറയുന്നു ഫസ്മിന ലല്ലൂമ്പിയുടെ പിന്നാലെയാണ് പോകുന്നത് വീഡിയോ. ആ വീഡിയോയിലുള്ള ഫസ്മിനെയും ഇപ്പോഴുള്ള ഫസ്മിനെയും നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ലല്ലൂമ്പി പച്ചക്കള പറയും, സഫയുമായി ബന്ധമില്ലാന്ന് വരെ പച്ചക്കള പറയും. നമ്മള് ഓപ്പണായിട്ട് കണ്ടതാണ്, എല്ലാ തെളിവുകളും നമ്മൾ ഓപ്പണായിട്ട് ഫസ്മിനാന്റെ ലൈവിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ലല്ലൂമ്പി പറയുന്നുണ്ട് ഫസ്മിനാക്ക് പ്രാന്താണ്, മറ്റേതാണ്, മറിച്ചാണ്. എടാ എനിക്കും ഉണ്ടോ മെന്റൽ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പ്രണയിച്ച പെണ്ണുങ്ങൾ മുഖാന്തരം എനിക്ക് അവരെ ഇരുന്നുണ്ടായ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്. സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊരു ഒരു പ്രാന്ത് എന്നല്ല, ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. അതിനെ വരെ നിസ്സാരവൽക്കരിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്നുണ്ടല്ലോ, അപ്പൊ തന്നെ ആണും പെണ്ണും കെട്ടതാണ് നീ എന്നുള്ളത് മനസ്സിലാക്കുക. സഫ, നീ സൂക്ഷിച്ചോ. ഇവനെ പോലെയുള്ള ഉണ്ടല്ലോ, നാളെ തെറ്റിക്കഴിഞ്ഞ് ഇവനെ നിന്റെ കാര്യങ്ങളും വിടും. പിന്നെ ഒരിക്കലും ലല്ലൂമ്പി എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അവന് സംബന്ധിച്ചിടത്തോളം കളിപ്പാട്ടം അത്രയേ ഉള്ളൂ. ഓനെ സംബന്ധിച്ചിടത്തോളം ഒരു കളിപ്പാട്ടം എന്നൊരു മെന്റാലിറ്റി അവനുള്ളൂ. ആരോടായാലും അങ്ങനെ തന്നെ. ഇനിയിപ്പം ഫസ്മിനാനോടാണെങ്കിലും മറ്റുള്ള ഏതൊരു പെണ്ണാണ്, മിസ്രിയ എന്നുള്ള പെണ്ണാണെങ്കിലും ഷംന എന്നുള്ള പെണ്ണാണെങ്കിലും മറ്റുള്ള ഏതൊരു ഓൻ തന്നെ പറയുന്നുണ്ട് ഓനക്ക് ഒരുപാട് റിലേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന്. അതിന്റെ അർത്ഥം എന്താ? ഓൻ കളിപ്പാട്ടം ആദ്യം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനെ ഒഴിവാക്കും, ഇത്രയേ ഉള്ളൂ. പിന്നെ കൂടാതെ എനിക്ക് എന്നോട് പറയാനുള്ള വെച്ചാൽ മെഹനാസ് എൻ്റെ പിന്നാലെ വരുന്നുണ്ടോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. ഈ റിഫയുടെ പേരും പറഞ്ഞ് ഈ സെന്റിമെന്റ്സ് പിടിച്ചു പറ്റാൻ നോക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര ചീപ്പാണ്. സത്യം പറഞ്ഞാൽ റിഫ വേറൊരു ഭാഗത്തും നീ വേറൊരു ഭാഗത്തും നിന്റെ അവിഹിതം പച്ചയ്ക്ക് പിടിച്ചതാണ്. നീയും ലല്ലുമ്പിയുമായിട്ടുള്ള ഊമ്പത്തരം മുഴുവൻ പച്ചക്ക് പിടിച്ചതാണ്. അതുകൊണ്ട് റിഫയുടെ കെയർ ഓഫിൽ വന്നുകാണ്ട് ഈ മറ്റേ ആളാവനും നന്നാവനും നിൽക്കണ്ട. അത് നിനക്ക് തന്നെ ദോഷം ചെയ്യും. ഇന്നലെ കാതർക്കേരിപ്പോഴും ഒരു വീഡിയോ ഇട്ടു. എല്ലാ കാതറ എനിക്ക് എന്നോട് മെഹനാസ് കഞ്ചാവ് വലിച്ചു, മെഹനാസ് കഞ്ചാവ്, ഇതൊക്കെ മാത്രമാണോ എൻ്റെത്? എന്നിട്ട് അതിൻ്റെ അടിയിൽ ചെറിയൊരു നീതി, എന്ത് റിഫയ്ക്ക് നീതിക്ക് വേണ്ടി മെഹനാസ് കഞ്ചാവ് വലിച്ച് തെളിയിച്ച റിഫയ്ക്ക് എവിടെയാണ് നീതി കിട്ടുക? അത് കിട്ടണമെങ്കിൽ ലീഗൽ പ്രൊസീജിയർ ചെയ്യണ്ടേ കാതറെ? ഇന്നലെ എൻ്റെ കുറെ ആൾക്കാർ വന്നിട്ട് എൻ്റെ കമന്റ് ഇട്ടു, ബാച്ചയുമായിട്ടുള്ള ബന്ധം ബാച്ചയുമല്ല, ഒക്കെ വിത്തിൻ സെക്കൻഡ് ഡിലീറ്റഡ് ആണ് ആ മെസ്സേജ്, ആ കമന്റ് മൊത്തം. എന്നെ ഈ പേടിക്കുന്നത്? ബാച്ചയെ പറ്റി പറയുമ്പോൾ എന്തിനാണ് ഈ ഭയപ്പെടുന്നത്? ആ കമന്റ് എന്തിനാണ് ഈ ഡിലീറ്റ് ചെയ്യുന്നത്? കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ പറയാം ഏജ് റെസ്ട്രിക്ഷൻ കാരണം ആയി എന്നുള്ളത്. അതിനുള്ള കാരണം കൂടി ഞാൻ ഇപ്പം എനിക്ക് കാണിച്ചു തരാം. നിന്റെ പേരിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ വരാൻ കാരണം. ഓക്കെ, കാസർഗോഡ് ജില്ലയിൽ തന്നെ നിന്റെ പേരിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് വരാൻ കാരണം. അത് അവിടെ കഴിഞ്ഞ് ഏത് വീഡിയോ ഇട്ടാലും നിനക്ക് അങ്ങനെ തന്നെയാണ് കാണിക്കുക. പക്ഷെ അതൊന്നല്ല ഇവിടുത്തെ മെയിൻ വിഷയമായിട്ട് വരുന്ന കാര്യം, അതൊന്നല്ല. ഈ സഫ നിന്റെ പേരിൽ പിടിച്ചുപറി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, കാരണം ലല്ലൂമ്പിയും സഫൂമ്പിയും ഒരുമിച്ച് ജയിലിലോട്ട് എന്നുള്ള കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ചെയ്ത പോക്കിത്തരത്തിനും തെമ്മാടിത്തരത്തിനും രണ്ടാളും കൂടി ചേർന്ന് അനുഭവിക്കുക. ഓക്കെ, അപ്പം ശരി, ടാറ്റ.